എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അല്ല, ഇത് എ ആയിരിക്കും ചിലപ്പോ. ഇത് ചിലപ്പോ എ ആയിരിക്കും ബ്രദർ. ഇത് ചിലപ്പോ എ ആയിരിക്കും. അല്ല, ഇത് ചിലപ്പോ എ ആയിരിക്കും ചിലപ്പോ. കേട്ട് ഞാൻ മടുത്തു. മനസ്സിലാ? നിന്റെ വീട്ടിൽ കയറി ചിലപ്പോ നിന്റെ 18 വയസ്സാകത്തെ ഇത് ചിലപ്പോ പിടിച്ച് പണ്ണും കേട്ടോ. അപ്പൊ നീ എന്താ പറയണ്ടേ? എ ആന്ന്, തൊപ്പി ചെയ്തതല്ല, അത് എ ആന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഇതോ ദുബായി പോയ സമയാട്ടാ. ദുബായി പോയ സമയം ആയിരിക്കും ചിലപ്പോ. അല്ല, ഇത് ചിലപ്പോ എ ആയിരിക്കും. എന്തിനാ കാണിക്കുന്നത്? എ ആയിരിക്കും. നിങ്ങളല്ലേ എ ആന്ന് പറയുന്നത്? എ അല്ലേ? എല്ലാം എ അല്ലേ? എ അല്ലേ? അപ്പൊ പിന്നെ ഇത് എ ആയിട്ട് കണക്കാക്കടാ. ഇത്രയും പ്രൂഫ് കാണിച്ചിട്ട് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ മടിയാണ്. കള്ളു കുടിക്കാത്ത ആളാണല്ലോ. ഇതാ ഒരു പെഗ് അടിക്കലല്ലേ? ഒരു പെഗ് എന്നല്ല, എന്താ പറയാ, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അടിക്കും. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അല്ലേ അടിക്കാം മൂപ്പര്? ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അടിക്കും അല്ലേ? എടാ, മറ്റേ വീഡിയോ എടുത്തോടാ കാറിലെ. ആൾക്കാര് നമ്മള് കള്ളന്മാരാന്നാന്ന് വിചാരിക്കാം. സാധനം കാണിച്ചു കൊടുക്കും. ഓനെ പോലെ പ്ലാൻ ചെയ്ത് വരാൻ അറിയില്ലല്ലോ. അത് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. നിക്ക് എന്താ അറിയാലോ? പ്ലാൻഡ്. ഓക്കെ, ഇത് പ്ലാൻഡ്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. അല്ലല്ല, ഒന്ന് പുറത്തിട്ട് കാറിന്റെ അറിയാം. ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേത് അനാൻചാന്റെ ഓർത്തോടാ. എന്താ ഈ കളിക്കുന്നത്? എടാ മരത്തലയന്മാരെ, തലച്ചോറില്ല ഒരുവനും. കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഓനെ വെളുപ്പിക്കാൻ വേണ്ടി എന്താന്ന് വെച്ചാൽ ഇതെല്ലാം പറയാം. സാധനം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറയണം. എവിടെ? ഇതിലോ? അതെ, ഏതാ? ഇതാണോ? ഇതേതാ വീഡിയോ? ഇത് മറ്റേ ഇവളെ. വെയിറ്റ് ചെയ്യടാ. എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ആരെയും വിശ്വസിക്കൂടാ ഞാൻ. എനിക്കിപ്പോ വിശ്വാസമൊന്നുമില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരെ സ്നേഹിക്കൂടാ വിശ്വസിച്ച്? കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം.